ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ടോണിയോട് താക്കീതെന്നുള്ള രീതിയിൽ ഗ്രേസമ്മയും അതുപോലെ മാമച്ചായനൊക്കെ പറയുവാണ്, ഞാൻ പോലീസിലൊന്ന് ഇൻഫോം ചെയ്താൽ മതി, നിൻ്റെ എല്ലാ കളി അവസാനിക്കും, അതുകൊണ്ട് നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയാണ്, ഇനി നീ ഇങ്ങോട്ട് പ്രശ്നങ്ങളുമായിട്ട് വരരുത് എന്നും മാമച്ചായൻ പറയുക. പിന്നെ ഞങ്ങളുടെ മോൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഷെറിൻ്റെ പേര് പോലും കേൾക്കില്ലായിരുന്നു, അത് നീ മനസ്സിലാക്കണമെന്ന കാര്യങ്ങളൊക്കെ ഇച്ചായൻ ഇങ്ങനെ ടോണിയോട് പറയുക. ഷെറിൻ ഇന്ന് ഈ വീട്ടിലും ഉണ്ടായേനെ, നമ്മൾ പ്രസവിച്ച കുഞ്ഞ് ഈ വീട്ടിൽ വളർന്നേനെന്നും ഒരാക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചു പോയതാണ് എൻ്റെ മകൻ ചെയ്ത തെറ്റായെന്നും ടോണിയോട് ചോദിക്കുക നമ്മുടെ മാമച്ചാൻ. അത് കേട്ടപ്പോൾ ഗ്രേസ്മ നിന്ന് കരയുക. അന്ന് ഞങ്ങൾ അനുഭവിച്ച വേദന എത്രത്തോളമാണെന്ന് നിനക്കറിയാമോ? ഇപ്പോഴും ഞങ്ങൾ ആ സങ്കടത്തിൽ നിന്ന് ഒരിക്കലും കയറിയിട്ടില്ല എന്നും നിനക്കറിയാമല്ലോ, എന്നിട്ടല്ലേ നീ അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് മാമച്ചായൻ ടോണിയോട് ചോദിക്കുവാണ്. ഇതൊക്കെ കേട്ട് ടോണി ആകെ വല്ലാതായിട്ട് നിൽക്കുക കേട്ടോ. നിനക്ക് ജീവനുണ്ടല്ലോ ഇല്ലേ, നീ ചത്തുപോയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ടോണി കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഇവർ പറയുന്നതെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട്. അങ്ങനെ ടോണി അന്നേരം മാമച്ചായനൊന്ന് നോക്കി, നീ മരിക്കാൻ റെഡിയാണെങ്കിൽ ഷെറിനേക്കാളും നല്ലൊരു പെങ്കൊച്ചിനെ നിനക്ക് ഞാൻ റെഡിയാക്കി തരാവുന്ന കാര്യം അദ്ദേഹം പറയുക, നിനക്ക് പ്രേമിക്കാനായിട്ട്. എന്താ അപ്പം മാമച്ചായൻ പറയുന്നത് കേട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പക്ഷെ നീ മരിക്കണം 6 മാസം കഴിയുമ്പോൾ, പോട്ടെ 6 വർഷം കഴിയുമ്പോൾ നീ മരിക്കാൻ തയ്യാറാണോ എന്ന് മാമച്ചായൻ ഈ ടോണിയോട് ചോദിക്കുക. ടോണി എന്നറിയിക്കുന്നു. അപ്പോൾ ഗ്രേസമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ലേ, ഗ്രേസമ്മയ്ക്കും രേവതിക്കുട്ടിക്കും മനസ്സിലാകുന്നില്ല. അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയൊരു മകനെ പറ്റി ജീവിച്ചിരിക്കുന്ന അപ്പനമ്മമാരോട് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് മാമച്ചായൻ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ടോണി ആകെ വല്ലാതെയായി. അന്ന് നീ പറഞ്ഞത് ഞങ്ങളങ്ങ് ക്ഷമിച്ചേക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും കൈകൂപ്പി സോറി പറയുകയാണ് മാമച്ചായൻ്റെ മുന്നിൽ ടോണി. സോറി അങ്ങളെ, സോറി, ഒരു 100 സോറി പറഞ്ഞു ആ സമയത്ത്. അത് കേട്ടപ്പോൾ ഗ്രേസമ്മ, മോനെ ഞങ്ങൾ അവൻ്റെ കുഞ്ഞിനെ അപേക്ഷിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയാവോ എന്ന് ഗ്രേസമ്മ ചോദിക്കുക. അവൻ്റെ ജീവൻ ആ കുഞ്ഞ് ശരീരത്തിൽ ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാണെന്ന കാര്യം ആ അമ്മ പറയുക. അതിൽ കൂടിയെങ്കിലും ഞങ്ങൾക്ക് അവനെ കാണാൻ വേണ്ടിയിട്ടാണെന്നും ആ അമ്മ പറയുമ്പോൾ ടോണിയാണെങ്കിൽ, ആൻറ്റി അത് സോറി പറയുക എന്നുള്ളതല്ലാതെ എന്നെക്കൊണ്ട് മറ്റൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞു. നീ അന്ന് പറഞ്ഞു ആ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമെന്ന് നീ പറഞ്ഞില്ലേ, അപ്പോൾ നീ ഒരിക്കലും കാണിച്ച് തരില്ല എന്നും നീ ഞങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം, ആൻറ്റി ഞാനത് വെറുതെ പറഞ്ഞതാണെന്ന് ടോണി അന്നേരം പറയാം. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. എൻ്റെ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞതെന്നും ടോണി ഇവരോട് പറയുവാണ്. അപ്പോൾ ഇവർ അന്തം വിട്ട് നോക്കുവാണ്. സത്യത്തിൽ എനിക്കൊന്നും അറിയത്തില്ല, ആ കുഞ്ഞ് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് ടോണി ഇവരോട് പറയുമ്പം, പറഞ്ഞത് സത്യമാണോ, അറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി ചോദിച്ചപ്പോൾ, സത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാമെന്ന് ടോണി പറഞ്ഞു. ഞാൻ ആ കുഞ്ഞിനെ കണ്ടുപിടിക്കുമെന്നും എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിനെ കണ്ടുപിടിച്ച് നിങ്ങളുടെ കൈകളിൽ വെച്ച് തരുമെന്നും പറഞ്ഞ് ഇവർക്ക് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ രോഹിത്തിനെയും അതുപോലെ ബബിതയൊക്കെ ആട്ടോ. അപ്പോൾ ബബിത ഇങ്ങനെ നിൽക്കുന്നു, രോഹിത് അന്നേരം റെഡിയായി ഇറങ്ങി വരുവാണ്. അപ്പോൾ ഇതെന്താ ഈ വിശ്വാമിത്രനെ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാണാവോ എന്ന് ചോദിച്ചപ്പം, എന്നാണ് ആ മാനേജർ അച്ഛനെ ചെന്ന് കാണണമെന്ന് പറഞ്ഞ ദിവസം ഒന്ന് പറയുക. അപ്പോൾ രോഹിയേട്ടന് ഒറ്റയ്ക്ക് പോയാൽ മതിയോ, അച്ഛൻ കൂടെ വരണ്ടേ എന്ന് ചോദിച്ചു ബബിത. അപ്പം അച്ഛനെയും കൊണ്ട് ചെല്ലണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അലീന ചേച്ചി കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അലീന ചേച്ചി ഒരു തവണ രോഹിയേട്ടൻ്റെ കൂടെ വന്നതായിരുന്നില്ലേ, അപ്പോൾ മാനേജർ അച്ഛനായിട്ട് ഉടക്കുകയും ചെയ്തു. പിന്നെ എന്നാത്തിനാ ഇനി അലീന ചേച്ചി എന്ന് ചോദിച്ചപ്പം, അലീന ചേച്ചി ഒന്ന് ഫയർ ചെയ്തല്ലോ, തിരിച്ച് അച്ഛനും നമ്മളെ നല്ലത് പറയണമായിരിക്കും, അതുകൊണ്ടായിരിക്കും. രോഹിയേട്ടനെ തിരിച്ചെടുക്കാനാണോ അതോ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് വല്ല ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അച്ഛനെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു, അച്ഛൻ ജ്വല്ലറിയിലുണ്ട്, പോട്ട് വരാൻ പറഞ്ഞെന്നും അലീന ചേച്ചി ഉണ്ടല്ലോ കൂടെയെന്നും പറഞ്ഞു. അപ്പോൾ അതായിരിക്കും ധൈര്യമായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അലീന ബബിത മേടിച്ച് കൊടുത്ത ചുരിദാറും ഇട്ടുകൊണ്ട് വരുവാണ്. അപ്പോൾ ഈ ചുരിദാറിട്ട് വരുന്ന അലീനയെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ അലീനയെ കണ്ടപ്പോഴത്തേക്കും ബബിതയ്ക്ക് ഭയങ്കര സന്തോഷം. ഫോൺ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്, രോഹിത് റെഡിയായി നിൽക്കുക അച്ഛാ, ഇപ്പം തന്നെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാനേജർ അച്ഛനെ കണ്ടിട്ട് വിളിക്കാൻ കിട്ടുമെന്നും അലീന പറഞ്ഞു. ഫോണും കട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ടടി എൻ്റെ ഈ ചുരിദാർ, നല്ലതാണോ, എനിക്ക് ഇണങ്ങുന്നുണ്ടോ എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുമ്പം ബബിത ഇങ്ങനെ അടിമൂടി നോക്കും അലീനെ. എനിക്കെങ്ങും അറിയാൻ മേല, കണ്ണാടി നോക്കാൻ മേലായിരുന്നു എന്ന് ബബിത പറയാണ്. നീ വാങ്ങിച്ചു തന്ന ടോപ്പായത്, അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് അലീന പറയുവാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ ബബിതയ്ക്ക്. ചേച്ചി അടിപൊളി ടോപ്പാ, ചേച്ചിയുടെ ലുക്കേ മാറിപ്പോയെന്ന് നമ്മുടെ രോഹിത്ത്. എടി ബബിതേ, നിനക്ക് ഇത്ര നല്ല സെലക്ഷനൊക്കെ അറിയാമോ, നീ ഇട്ടുകൊണ്ട് നടക്കുന്നതല്ല ഒരുമാതിരി ഓഞ്ഞ ഡ്രസ്സാണല്ലോ, ഒന്ന് പോ രോഹിയേട്ട ചുമ കളിയാക്കാതെ എന്ന് ബബിത അന്നേരം പറഞ്ഞു. നീ എടുത്തതെല്ലാം നല്ല സൂപ്പർ സെലക്ഷനാ മോളെ, എനിക്ക് ഇത്രയും നല്ലതൊന്നും തിരഞ്ഞെടുക്കാൻ അറിയാൻ മേല എന്ന് പറയുമ്പം നിങ്ങളെ പോകുന്നുണ്ടെങ്കിൽ പോയിട്ട് വരാൻ പറഞ്ഞു ബബിത. അപ്പോൾ പോകാം രോഹിത്തെ, ഞാൻ റെഡിയല്ലേ എന്ന് പറഞ്ഞു.
മാനേജർ അച്ഛനെ നീ ഒറ്റയ്ക്ക് കണ്ടാൽ മതി കേട്ടോ, ഞാൻ പുറത്ത് നിന്നോളാവെന്ന് അലീന പറഞ്ഞു. ചേച്ചിക്ക് പേടിയാണോ? അന്ന് അച്ഛൻ്റെ അടുത്ത് അത്രയും സംസാരിച്ചത് കാരണമേ അച്ഛൻ്റെ മുഖത്ത് നോക്കാനൊരു വൈക്ലഭ്യം, അത്രേ ഉള്ളൂ എന്ന് അലീന. അതൊന്നും സാരമുള്ള കാര്യമല്ല, പേടിക്കാൻ വേണ്ട, ഞാനല്ലേ കൂടെയുള്ളത്. അപ്പോൾ പിന്നെ ഞാനില്ലാതെ അച്ഛനെ കാണാനുള്ള ധൈര്യക്കുറവുകൊണ്ടൊന്നും അല്ല നിനക്കല്ലേ, വാ പോവാം എന്ന് പറഞ്ഞ അലീന എന്നിട്ട് രോഹിത്തിനെയും കൂട്ടി പോകുന്നു. അപ്പം ഞങ്ങൾ വരാൻ ലേറ്റായ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു ബബിതയോട് അലീന. അപ്പം ശരി പോയിട്ട് വരാവേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോയി. ബബിത ഇങ്ങനെ ഇവരെ തന്നെ നോക്കി നിൽക്കുക. കുറച്ച് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരണ്യയുടെ അച്ഛൻ ഒരു ഓട്ടോയിൽ ഇങ്ങ് വരുന്നു, വണ്ടിയിൽ നിർത്തി. ആ സമയത്ത് ശിവേട്ടൻ അദ്ദേഹത്തെ കാണാൻ വിളിച്ചു വരുത്തിയതായിരുന്നു. അദ്ദേഹം ശിവേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ കാണാൻ വേണ്ടി വിളിച്ചതായിരുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു അത്യാവശ്യത്തിന് കാണാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയാം. നമ്മൾ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, അപ്പം ഞാനൊരു കാര്യത്തിന് വേണ്ടിയാണ് വിളിച്ചത്. എനിക്ക് നിങ്ങളധികം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലെന്ന് പറയുമ്പം അതൊന്നും നിങ്ങൾ പറയണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നതാ. വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. പ്രഭാകര, ദേ എൻ്റെ മകൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയെന്ന് പറയരുത്. അത് കേട്ടാൽ തോന്നും ഒരബദ്ധം പറ്റിയതേ ഉള്ളെന്ന്, അല്ലേ? കരുതി കൂട്ടി വിളിച്ചു വരുത്തി കൊടും ചതി ചെയ്തിട്ട് സംഭവിച്ചു പോയെന്നോ? നിങ്ങൾക്ക് പറയും നാണമില്ലെന്ന് ചോദിച്ചു. അവനെൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ നിങ്ങളുടെ മകനാണെന്ന് നോക്കത്തില്ല, കൊന്നു കളയും ഞാനെന്ന് പറഞ്ഞാൽ അച്ഛൻ ഭയങ്കരമായിട്ട് രോക്ഷം കൊണ്ട് സംസാരിക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യവും അമർഷവും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനും ഒരച്ഛനല്ലേ എന്ന് ശിവേട്ടൻ അന്നേരം ചോദിച്ചു. സംഭവിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞത് അവൻ പെട്ടുപോയത് ആണ് എന്നുള്ളൊരു അർത്ഥത്തിലല്ല, ഞാൻ പെട്ടുപോയതാണ് എന്നാണ്. എൻ്റെ കുടുംബം മുഴുവനും അവൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. അതാ ഞാൻ ഉദ്ദേശിച്ചത്, മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഭവിക്കേണ്ടി വന്നു, എന്നിട്ടും ആ മകന് വേണ്ടി ഇളവ് ചോദിക്കാൻ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ സാറേ എന്ന് ചോദിക്കുക. അവനും കൂട്ടുകാരും കൂടി എൻ്റെ മകളോട് എന്താ ചെയ്തതെന്ന് ഓർക്കണ്ടേ എന്ന് ചോദിച്ചു. അവളുടെ അച്ഛനോടാ നിങ്ങൾ ഇളവ് ചോദിക്കുന്നതെന്ന് ഓർക്കണേ എന്നൊക്കെ പറയുമ്പം എല്ലാം അറിയാം പ്രഭാകര, എനിക്കെല്ലാം അറിയാം. ഒരച്ഛൻ്റെ ഗതികേടാണിത്. അങ്ങനെ ഒരു മകനെ ജനിപ്പിച്ചവനല്ലേ, അപ്പോൾ ഞാനിതൊക്കെ കേൾക്കേണ്ടതാണല്ലോ, എല്ലാം സഹിക്കുകയും വേണമല്ലോ, ഭൂമിയോളം താഴുകയും വേണമല്ലോ, ജനിപ്പിച്ചു പോയില്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നു. രോഹിത് ബാലചന്ദ്രനെ നിങ്ങൾ മാപ്പ് കൊടുത്തല്ലോ, അവനോടും നിങ്ങളുടെ മകളും ക്ഷമിച്ചല്ലോ ഇല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം രോഹിത്തെ ഒരു മാപ്പപേക്ഷ എഴുതി തന്നിട്ട് അതങ്ങ് പാസ്സാക്കി കൊടുക്കുകയല്ല ചെയ്തത്. അവനോട് ക്ഷമിച്ചെങ്കിൽ അതിന് ന്യായമായ കാരണമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. എൻ്റെ മോൾക്കറിയാം അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന്. നിങ്ങളുടെ മകന് കൂട്ടുകാരും കൂടിയാ അവനെ എൻ്റെ മകളുടെ മുന്നിൽ വെച്ച് ഇടിച്ചത്. എന്നാത്തിനാണെന്ന് അറിയാവോ? അവൻ എൻ്റെ മോളുടെ ദേഹത്ത് തൊടുക പോലും ചെയ്തിട്ടില്ല. അതിന് അറിയാമോ നിങ്ങൾക്കൊന്ന് ചോദിച്ചു. അവനോട് 1000 തവണ ക്ഷമിച്ചാലും നിങ്ങളുടെ മകനോട് ഒരു തവണ പോലും ക്ഷമിക്കത്തില്ല എന്നും അച്ഛൻ പറയുവാണ്. അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല എന്നും പറഞ്ഞാൽ അച്ഛൻ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് സംസാരിക്കുക. ക്ഷമിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല, ഒരച്ഛന് ക്ഷമിക്കാൻ പറ്റില്ലെന്നും എനിക്കറിയാം. അവൻ ചെയ്യാത്ത തെറ്റ് അവൻ്റെ തലയിൽ വെച്ച് കെട്ടരുത് എന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ എന്ന കാര്യം പറയുവാണേ. അപ്പോൾ അവൻ കൊള്ളരുതാത്തവനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, ചതി ചെയ്തവനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പൊറുക്കണ്ട നിങ്ങൾ അവനോട്, ഒരിക്കലും പൊറുക്കണ്ട. നിങ്ങൾ അതുപോലത്തെ ഒരു ചതിയിൽ കൂടി അവൻ്റെ ലൈഫ് നശിപ്പിക്കരുത് എന്ന് പറയുവാണ്. പിന്നെ അവൻ എന്നാ ശിക്ഷ വേണമെങ്കിലും കിട്ടിക്കോട്ടെ, പക്ഷേ പോക്സോ കേസിൽ പെടുത്തരുത് എന്ന് അച്ഛൻ പറയാം. അങ്ങനെയൊന്നും മുമ്പ് സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ മകൾക്ക് അറിയാമെന്നും ചതിക്ക് പകരം ചതി തന്നെ ചെയ്ത എൻ്റെ മകനും നിങ്ങളുടെ മകളും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ശിവേട്ടൻ ചോദിക്കുകയാണ് ആ മനുഷ്യനോട്. അപ്പോൾ ഞാൻ എൻ്റെ മകളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അത് മതി, ആ കുട്ടിക്കറിയാം സത്യം എന്താണെന്ന്. പോക്സോയിൽ നിന്ന് അവനെ ഒന്ന് ഒഴിവാക്കി തന്നാൽ ഞാൻ എന്നാ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താണാവോ ഉദ്ദേശിക്കുന്നത്? അത് എത്ര പണം വേണമെങ്കിലും തരാം, 5 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ എത്ര വേണമെന്നൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം എൻ്റെ മകളുടെ മാനത്തിന് കണക്ക് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകളിലുള്ളവരുടെയും നിങ്ങളുടെ തറവാടും തായ് വഴിയിലുള്ള സ്വത്ത് കൂടി വിറ്റാലും കണക്ക് തീർക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ വർത്തമാനം നിങ്ങൾ എന്നോട് പറയണ്ട. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, നിലത്ത് വീണ് കിടക്കുക, ഞാൻ നിലത്ത് മണ്ണിര കിടക്കുന്നത് പോലെ എന്നോട് അപ്പം ശരണ്യയോട് നിങ്ങൾ സംസാരിച്ചതിനെപ്പറ്റി ഞാൻ പറയാമെന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് തനിച്ചൊരു തീരുമാനം എടുക്കാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞു. പിന്നെ പറയാം എന്ന് പറഞ്ഞാൽ അച്ഛൻ നിൽക്കുമ്പോൾ എനിക്കൊന്ന് ഉറങ്ങണം. എത്ര കാലമായെന്നറിയും ഞാനൊന്ന് കണ്ണടച്ചിട്ടെന്നൊക്കെ ശിവേട്ടൻ പറയും. ഒരു തരിയെങ്കിലും അത്ര ശിവേട്ടൻ പറഞ്ഞെങ്കിൽ ഒരു അക്ഷരം പോലും ഇണ്ടാതെ അച്ഛൻ അവിടെ നിന്ന് പോയി. പിന്നെ കാണിക്കുന്ന മാനേജർ അച്ഛനെ കേട്ടോ. മാനേജർ അച്ഛൻ അവിടെ ഇരിക്കുമ്പോൾ രോഹിത്തും അതുപോലെ തന്നെ അലീനയും കൂടെ അങ്ങോട്ടേക്ക് കയറി ചെന്നു. അപ്പോൾ
ലോഹിത് ബാലചന്ദ്രൻ എന്നല്ലേ നിന്റെ പേര് എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ആ അതേന്ന് പറഞ്ഞു രോഹിത്. അപ്പം അലീന ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുക കേട്ടോ. ഇത്ര ചെറുപ്പത്തിലേ നീ പ്രശസ്തനായല്ലോ, അപ്പം കുപ്രസിദ്ധിയാണെന്നേ ഉള്ളൂ അല്ലേ എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും അലീനയ്ക്ക് ടെൻഷനായിട്ട് കയ്യും കാലും വിറച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതിൻ്റെ ഒരു അംശം ഈ കോളേജിനും കിട്ടിയിട്ടുണ്ട്. ഈ കോളേജ് തുടങ്ങിയതിന് ശേഷം ഇന്നേ വരെ ഒരൊറ്റ സ്റ്റുഡൻറ്റിന് പോലും ഇങ്ങനൊരു ദുഷ്പേര് കേൾപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതറിയാവോ നിനക്കെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ നമ്മുടെ രോഹിത് അറിയാം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അതുകൊണ്ടാണ് കോളേജിൻ്റെ അച്ചടക്ക സമിതി നിനക്കെതിരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുത്തതും കടുത്ത ശിക്ഷാ നടപടി വേണമെന്നും ശുപാർശ ചെയ്തതെന്ന കാര്യം അച്ഛൻ പറയുക. കാര്യം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചേ. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുക. അലീനയാണെങ്കിൽ ഇങ്ങനെ ദയനീയമായിട്ട് നിൽക്കുന്നു. പക്ഷേ നിന്റെ കാര്യത്തിൽ അല്പം ഇളവ് അനുവദിക്കാൻ എനിക്ക് തോന്നി. അപ്പോഴത്തേക്ക് അലീന ഞെട്ടി. രോഹിത് അന്തം വിട്ടിങ്ങനെ നോക്കുവാണ്. പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ട് കർശനമായ ശിക്ഷണ നടപടി വേണ്ട എന്ന് തൽക്കാലം വെക്കുകയാണെന്നും, അതായത് ഡിസ്മിസിലില്ല, പക്ഷേ സസ്പെൻഡ് ചെയ്യുമെന്ന് അച്ഛൻ പറഞ്ഞു 1 മാസത്തേക്ക്. അത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി രണ്ടുപേർക്കും. ഇപ്പം തന്നെ നിനക്ക് 2 മാസത്തെ ക്ലാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നും അതുകൊണ്ടാണ് സസ്പെൻഷൻ 1 മാസമാക്കി കുറച്ചതെന്നും അച്ഛൻ പറയാം. പിന്നെ നീ ഡിഗ്രി ഫൈനൽ ഇയർ ആണല്ലോ, നിനക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം എന്ന് കരുതി മാത്രമാണ് ഇത്രയും വലിയൊരു ഇളവ് തന്നതെന്നും അച്ഛൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ആ പേപ്പറും ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. രോഹിത്തിനത് കിട്ടിയപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരിക്കൽ തീരുമാനിച്ച ശിക്ഷാ നടപടിക്ക് ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ തരുന്നത്. അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീനയ്ക്ക് ശ്വാസം നേരെ വീണു. ഫൈനൽ ഇയർ എഴുതാനിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഭാവിക്ക് കോട്ടം തട്ടരുതല്ലോ എന്ന് വിചാരിച്ചു മാത്രം. ഇതൊരു നിസ്സാര കാര്യമാണെന്ന് നിനക്ക് തോന്നുമായിരിക്കും. രോഹിത് അന്നേരം ഒന്നും മിണ്ടുന്നില്ല, നാവ് പൊന്തി വരുന്നില്ല സംസാരിക്കാനായിട്ട്. അത്രയ്ക്ക് അന്താളിപ്പാ. പക്ഷേ ഈ ഇളവിനു വേണ്ടി ഞാൻ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പളിനോടും അച്ചടക്ക സമിതിയോടും കുറേ ആർഗ്യുമെൻ്റ് നടത്തിയിട്ടുണ്ട്. നിന്റെ മേൽ ചുമത്തപ്പെട്ട കുറ്റം നീ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ന്യായം മാത്രമേ എനിക്ക് അവരോട് പറയാനുണ്ടായിരുന്നുള്ളൂ എന്നും, എല്ലാവരും എന്നോട് വാദിച്ചു കേസ് തീർന്നില്ലല്ലോ, നീ നിരപരാധിയാണെന്ന് കോടതി വിധിച്ചില്ലല്ലോ എന്നൊക്കെ. അല്ല, അവർ ചോദിക്കുന്നതും ശരിയായ ചോദ്യം തന്നെയല്ലേ. അത് മാത്രമല്ല, ഇനിയും ഇങ്ങനെ സംഭവിച്ചാലോ എന്നുകൂടി ഒരു ചോദ്യം. അപ്പോൾ അവരെന്നോട് ആ ഒരു രീതിയിൽ ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നീ തെറ്റ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു അച്ഛൻ. കോടതി നിന്നെ ശിക്ഷിക്കില്ല എന്നും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നും ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തെന്നും അച്ഛൻ പറയണേ. അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഫാദർ എന്നും, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നും രോഹിത്തും അച്ഛൻ ഉറപ്പ് കൊടുക്കണം. ഇതൊക്കെ കേട്ട് അലീന ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഫാദർ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞാൽ ഫാദറിൻ്റെ മുന്നിലും രോഹിത്ത് കൈ കൂപ്പി ക്ഷമ ചോദിച്ചു. അപ്പം ഞാൻ നിന്നെ വിശ്വസിക്കുകയാണെന്നും എൻ്റെ വിശ്വാസം കാത്തു രക്ഷിക്കേണ്ടത് നീയാണെന്ന കാര്യവും ആ അച്ഛൻ രോഹിത്തിനോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് രോഹിത്തിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അലീനയുടെ മുഖത്ത് ചെറു പുഞ്ചിരിയും വിടർന്നു. പിന്നെ നീ ഇപ്പം സംഭവിച്ച ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് നീ വലിയൊരു പാഠം പഠിച്ചു എന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ ചീത്ത കൂട്ടുകൾ ആപത്തിൽ കൊണ്ടുവന്ന് ചാടിക്കും. ഒരു പക്ഷേ ഇത് നിന്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ വഴിത്തിരിവായി മാറിയേക്കാം. അങ്ങനെയും സംഭവിക്കാം. കേട്ടോ? അപ്പോൾ അതൊക്കെ കേട്ട് അലീന ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ താങ്ക് യു ഫാദർ, താങ്ക് യു എന്ന് പറഞ്ഞ് നിൽക്കുക. താങ്ക് യു സോ മച്ച് ഫാദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഗത്ത് നിന്ന് കരയുക. ഞാനൊരു ഡിസ്മിസിൽ പ്രതീക്ഷിച്ചാണ് വന്നതെന്നും TC വാങ്ങാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പം ഇറ്റ്സ് ഓൾ റൈറ്റ്. വീട്ടിൽ ചെന്നിരുന്ന് പഠിക്കണം. 1 മാസം കൊണ്ട് കഴിയുന്നത്ര പിക്കപ്പ് ചെയ്യാൻ ശ്രമിക്കണമെന്നും അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു രോഹിത്തിന്. താങ്ക് യു ഫാദർ എന്ന രോഹിത്ത് വീണ്ടും. അപ്പോൾ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുമ്പം നന്ദിയൊന്നും വേണ്ട, നിന്റെ കടമ എന്താണോ അത് നീ ചെയ്യുക. അങ്ങനെ അച്ഛൻ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പം പോകാൻ വരട്ടെ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ടെൻഷനായി. ഇങ്ങനെ നോക്കുക, പോകാൻ വരട്ടെ എന്നോ. അപ്പോൾ അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നതെന്ന് അലീനയോട് അച്ഛൻ ചോദിക്കുക. കഴിഞ്ഞ തവണ എന്നെ കാണാൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ എന്ന് അലീനയോട് അച്ഛൻ പറയുന്നു. അലീന പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. കഴിഞ്ഞ തവണത്തെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അലീന ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ നീ ഇവൻ്റെ ചേച്ചിയല്ലേ എന്ന് ചോദിച്ചപ്പം അത് അതേന്ന് പറഞ്ഞു. നിന്നെ ആരാ ബൈബിള് പഠിപ്പിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ അലീന അച്ഛനെ ഇങ്ങനെ നോക്കുക കേട്ടോ. ബ്രിജിത്ത മമ്മി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബ്രിജിത്ത മമ്മി ആരാ, അതാരാ എന്ന് ചോദിച്ചപ്പം അത് എൻ്റെ വളർത്തമ്മയായിരുന്നു എന്ന് അലീന പറയുക. പിന്നെ നമ്മുടെ മമ്മിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അലീന പറയുന്നു. അപ്പോൾ
അപ്പം നിന്റെ സ്വന്തം അമ്മയല്ലേ വളർത്തിയതെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ അല്ല എന്ന് പറഞ്ഞു. ബ്രിജിത്ത മമ്മിയാ എന്നെ വളർത്തിയതെന്ന് പറയുക. മമ്മി ഒരു ഓർഫണേജ് നടത്തുന്നുണ്ടായിരുന്നുവെന്നും തിരുവനന്തപുരത്തിനടുത്ത് കഴക്കൂട്ടത്ത് ഞാൻ ആ ഓർഫണേജിലാണ് വളർന്നതെന്ന് അദ്ദേഹത്തോട് പറയുക. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ ഇവൻ്റെ സഹോദരി അല്ലേ നീ? ബാലചന്ദ്ര മേനോൻ എന്ന ആളിൻ്റെ മകളല്ലേ നീ എന്ന് ചോദിച്ചപ്പം ഞാൻ ഇവരുടെ വീട്ടിൽ വേലക്കാരിയായിട്ട് വന്നവളാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് ഞാൻ വന്നതെന്നും പറഞ്ഞു. അതുവരെ ഞാൻ ഓർഫണേജിലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രോഹിത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദയനീയമായിട്ട് നോക്കോട്ടെ. അച്ഛനൊന്നും മനസ്സിലാകുന്നില്ലേ? പിന്നെ ഏതോ ഒരച്ഛൻ അല്ലെങ്കിൽ അമ്മ ഞാൻ ജനിച്ച ഉടനെ എന്നെ ഉപേക്ഷിച്ചതാണെന്ന കാര്യങ്ങൾ നമ്മുടെ അലീന ആദറിനോട് പറയാം. അപ്പോൾ നീ ഇവൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞതോ എന്ന് അച്ഛൻ അലീനയോട് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ നിറകണ്ണുകളോടെ രോഹിത്തിനെ ഇങ്ങനെ നോക്കുവാണ്. ഇവരുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമായി ഞാൻ സ്ഥാനം എനിക്ക് തന്നിരിക്കുന്നതേ ഉള്ളൂ എന്ന് അലീന പറയപ്പോൾ രോഹിത് ഇങ്ങനെ നോക്കുക കേട്ടോ. നീ ഒരനാഥയാണെന്നാണോ പറയുന്നേ എന്ന് അച്ഛനോട് ചോദിച്ചപ്പം അതെ അച്ഛോ, ഒരു വർഷം മുൻപ് വരെ ഞാൻ അനാഥയായിരുന്നു. എന്താ നിൻ്റെ പേര് എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിച്ചപ്പം അലീന. അപ്പോൾ നിനക്ക് എത്ര വയസ്സുണ്ട്? അപ്പോൾ 23 വയസ്സുണ്ടെന്ന് പറഞ്ഞു. ആ അച്ഛൻ ഇങ്ങനെ നോക്കുവാണേ അങ്ങോട്ടും ഇങ്ങോട്ടും. മൊത്തത്തിൽ അച്ഛനും വെപ്രാളം. ഇത്രയും കാലം നീ ഒരു ഓർഫണേജിലാണോ ജീവിച്ചത് എന്ന് അച്ഛൻ ചോദിച്ചപ്പം ആ അതേന്ന് പറഞ്ഞു. സ്നേഹനികേതനം എന്നായിരുന്നു ഓർഫണേജിൻ്റെ പേരെന്ന് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കണ്ണിട്ട് ചലിപ്പിച്ച് ചിന്തിക്കുക. ബാലചന്ദ്ര മേനോനല്ല നിൻ്റെ റിയൽ ഫാദർ അല്ലേ? അപ്പം നമ്മുടെ അലീനയ്ക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അലീന അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത് ഇങ്ങനെ നോക്കുവാ. അല്ലേ? മൊത്തത്തിൽ കൺഫ്യൂഷൻ. അപ്പോൾ അലീന എന്താണെന്ന് രോഹിത്തിനും മനസ്സിലാകുന്നില്ല. നിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് നിനക്കറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പം അത് എനിക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ അറിയില്ല എന്ന് അലീന പറയാം. അപ്പത്തും രോഹിത് ഇങ്ങനെ നോക്കുകയാണ്. അലീനയുടെ നാവിൽ നിന്നും ആ സത്യം രോഹിത്തിൻ്റെ മുന്നിൽ വെച്ച് പുറത്തു വരുന്നു. ഇനി അത് രോഹിത്തും അറിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ രോഹിത്തിനെ നോക്കുക. ഇതൊക്കെ സത്യമാണോ എന്ന് രോഹിത്തിനോട് ഇങ്ങനെ ചോദിക്കുക അച്ഛൻ. ഫാദർ, നിൻ്റെ വീട്ടിൽ സെർവൻ്റായിട്ട് വന്നവളാണോ ഇവളെന്ന് ചോദിക്കുമ്പം അതേ ഫാദർ എന്ന് രോഹിത്തും പറഞ്ഞു. ആ അച്ഛൻ ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അലീന പറഞ്ഞ സത്യങ്ങളെല്ലാം കേട്ട് അത് കഴിഞ്ഞ് നീ ആദ്യം എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് അലീനയോട് ഫാദർ ചോദിച്ചു. അപ്പം അലീന ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ അച്ഛൻ്റെ മുഖത്ത് നോക്കാതെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. നീ അന്ന് ചമ്മട്ടി കൊണ്ട് എന്നെ ഒരു അടി അടിച്ചു. നിങ്ങൾ ഈ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ജനക്കൂട്ടം കല്ലുകൾ താഴെയിട്ട് വേശ്യയെ വെറുതെ വിട്ട് തിരിഞ്ഞു. അച്ഛൻ മാത്രം കയ്യിലെടുത്ത കല്ല് താഴെ ഇടുന്നില്ല എന്ന്. അപ്പം അലീന ഇങ്ങനെ നോക്കുക കേട്ടോ. രോഹിത്തും കരഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ നിൽക്കുന്നത്. അതെനിക്ക് നല്ലതുപോലെ വേദനിച്ചു എന്ന് അച്ഛൻ ഇങ്ങനെ അലീനയോട് പറയുക. അപ്പോഴത്തേക്ക് അലീന കൈ കൂപ്പി അച്ഛൻ്റെ മുന്നിൽ ക്ഷമ ചോദിക്കുക. എന്നോട് പൊറുക്കണം എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അപ്പോഴത്തെ എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണെന്ന് അലീന അച്ഛനോട് പറയുക. അപ്പം സാരമില്ല, ആ ഒരടി എൻ്റെ മർമ്മത്ത് തന്നെയാണ് കൊണ്ടതെന്നും ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു അടി തരാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് അച്ഛൻ ചോദിക്കുകയാണ് അലീനയോട്. അലീന ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുക അച്ഛൻ്റെ മുന്നിൽ, ഒന്നും പറയാനില്ലാതെ. കാഠിന്യമല്ല കരുണയാണ് യേശു പഠിപ്പിച്ചതെന്ന് എനിക്ക് അപ്പോഴാണ് ഓർമ്മ വന്നതെന്ന് ആ ഫാദർ ഇങ്ങനെ അലീനയോട് പറയുന്നു. അപ്പോൾ എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കല്ലേ ഫാദർ എന്ന് അലീന ഇങ്ങനെ അച്ഛനോട് കൈ കൂപ്പി ഇങ്ങനെ നിന്ന് പറയുക കേട്ടോ. രോഹിത്തിൻ്റെ പഠിത്തം നിന്നു പോകുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്നൊക്കെ പറയുമ്പോഴേക്കും അറിയാതെ അല്ല, പഠിച്ചു അറിഞ്ഞു പറഞ്ഞു പോയതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അച്ഛൻ പറയാം. നിൻ്റെ നാവിൽ തീപ്പൊരി ഉണ്ടായിരുന്നു ആ നേരത്ത്, എന്നാലും നിന്നോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ എന്ന് അച്ഛൻ പറയാം. നീ ഒരു ഓർഫണാണ് എന്നറിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നിന്നോട് ഭയങ്കര ഒരു റെസ്പെക്റ്റാണ് തോന്നുന്നതെന്നും ആ അച്ഛൻ ഇങ്ങനെ അലീനയോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ഇങ്ങനെ അച്ഛൻ്റെ മുന്നിൽ ചിരിച്ച് നിറകണ്ണുകളോടെ ഇങ്ങനെ നിൽക്കുന്നു. ഞാനും ഒരു മനുഷ്യനാണെന്നും അധികാരം ചിലപ്പോൾ നമ്മുടെ കാഴ്ച തന്നെ മങ്ങിച്ച് കളഞ്ഞേക്കാം. നിന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ വേണം കണ്ണ് തുറപ്പിച്ചെടുക്കാനേ. അതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായി. അതുപോലെ തന്നെ രോഹിത്തിനും ഒരുപാട് സന്തോഷമായി. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.